ആകാശത്തിന് കീഴിലുള്ള സകലമാന സർട്ടിഫിക്കറ്റുകളും ചോദിക്കാൻ സാറിനെ നിയമം അനുവദിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സമയവും സാവകാശവും അതേ നിയമം എനിക്കും അനുവാദം തരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വണ്ടി കയറുന്നില്ല. വകുപ്പ് ഏതാണെന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? അതൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിക്കോളാം. അത് പോരല്ലോ സാറേ. പ്രതി ചേർക്കപ്പെടുന്നവർക്കും ബോധ്യം വരണമെന്നാ നിയമം പറയുന്നേ. എടി, ഇവിടെയും കൂട്ടി മര്യാദയ്ക്ക് വണ്ടി കയറാനാ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരുവേ. വനിതാ പോലീസ് അല്ലാതെ ഒരാളും എന്റെ ദേഹത്ത് തൊടാൻ പോകുന്നില്ല സാറേ. തൊട്ടാൽ എന്താടി? തൊട്ട പൊള്ളും സാറേ. ഇത് വിഷ്ണുവിന്റെ പെണ്ണ. പോലീസുകാരുടെ കൈ തടയാറാണ് പൊന്ന. സാറേ, മര്യാദ വേണം സാറേ. ഇല്ലെങ്കിൽ പോലീസുകാരന്റെ കൈ തടയല്ല, ഒടിയും. ഞാൻ വിട്ടേക്കാം. പക്ഷെ കൂടുതൽ കളിക്കൊന്നും നിൽക്കണ്ട. സാറ് തോറ്റു. എന്താ സാറേ? സാറേ, ഒരബദ്ധമല്ലേ പോലീസുകാരൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാടങ്ങാവല്ലേ കേട്ടോ. സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ കളിക്കാൻ നിൽക്കണ്ടെന്ന്. ഇനിയിപ്പോ കുറച്ച് കളി പഠിച്ചിട്ട് പോവാം. എടുത്തില്ലെങ്കിലോ? വിഷ്ണു, ചന്ദ്രബോസ് എന്താ ഇവിടെ? മാഡം, ഇവനെന്റെ കൈ തടഞ്ഞു. നിന്നെ തല്ലാൻ വന്നു. ഒന്ന് പതുക്കെ പറയടോ, നാട്ടുകാർ കേട്ടാ നാണക്കേടാ. ഇയാളോട് ഞാൻ ആ സ്ഫോടന കേസിലെ പ്രതിയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇവിടെ വട്ടം തിരിഞ്ഞ് കളിക്കുന്നത്? ഇവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഇയാള് ഞാൻ പറഞ്ഞ അനുസരിക്ക്. പൊക്കോ. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഞാനും. വണ്ടി എടുക്കണോ? രണ്ടും കയറിക്കോ വണ്ടിയില്. രഞ്ജിനി ചേച്ചി. രഞ്ജിനി ചേച്ചിയോ? കയറി വണ്ടിയില്. യൂണിഫോമിലുള്ള പോലീസുകാരനെ കൈവയ്ക്കുന്നത് നിസ്സാര കുറ്റം എന്നാ കരുതിയിരിക്കുന്നത്. കടയൊന്ന് നോക്കിക്കോണേ. വാ. വലിയ ചൂടൊന്നും ഇല്ലല്ലോ. പുള്ളി ഫലിച്ചില്ലേ? എങ്ങനെ ഫലിക്കാനാ? പുള്ളിയിൽ പോലും മായമല്ലേ. സുസ്മിതേ. അയ്യോ, പാമാന്റെ ആണെന്ന് തോന്നുന്നു. അഭിനയം തുടങ്ങിയേക്കാം. എന്തൊരു കിടപ്പ ഇത് മോളെ.
മോളെ നിനക്ക് പനിയാണെന്ന് പൊന്നി പറഞ്ഞല്ലോ. ദേഹം മൊത്തം കുളിര ആന്റി. നല്ല നല്ല ശരീര നൊമ്പരമുണ്ട്. അയ്യോ, രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി മുതലേ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു ആന്റി. ഞാൻ എഴുന്നേറ്റ് നടന്നേ ഉള്ളൂ. പുറമെ ചൂടൊന്നുമില്ല. ഉള്ളിലെ ആന്റി പനി. ആ പനിക്ക് ക്ഷീണം കൂടുതൽ. മോൾക്ക് തലവേദനയുണ്ടോ? തല വെട്ടിപ്പൊളിക്കുന്ന വേദന ആന്റി. തലയ്ക്കകത്തൊരു മരം വളർന്ന് നിൽക്കുന്ന പോലെയാ. ശ്ശോ. ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ, ആ, വേണ്ട ആന്റി, ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് എടുത്താൽ കുറഞ്ഞോളൂ. ഒന്ന് കണ്ണടച്ച് കിടന്നാൽ മതി. തലയ്ക്കകത്ത് കടന്നൽ ഇരുമ്പുന്ന പോലെയാ. ആന്റി, എന്നെ കാണാൻ ആരെങ്കിലും വന്നാ ഒന്ന് പറഞ്ഞു വിട്ടേക്കണേ. അതിനെന്താ മോളെ, മോൾ ഇന്ന് ആരെയും കാണണ്ട. ഒരു ദിവസത്തേക്ക് ഫോൺ അങ്ങ് മാറ്റി വെച്ചേക്കും. ആന്റി, എന്താ മോളെ? ഒരു സഹായം ചെയ്തു തരുമോ? ആന്റി അടുത്തിരിക്കുമ്പോ ഒരാശ്വാസമുണ്ട്. അതിനെന്താ മോളെ, ആന്റി എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാലോ. ഉറങ്ങിക്കും. സർ, ചായ. അല്ല, ബ്രേക്ക്ഫാസ്റ്റിനൊന്നും സുസ്മിത ഇങ്ങോട്ട് കണ്ടില്ല പൊന്നി. എന്തു പറ്റി? പനിയാന്ന് പറഞ്ഞ് കിടക്കുക. അവക്കും പനിയൊക്കെ വരുമോ? രാവിലെ ഇവിടെ തുള്ളിച്ചാടി നടന്നതാ. പിന്നെ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഉള്ളി വാങ്ങിച്ചോണ്ട് പോയി. ഇനി അതാണോ തിന്നതെന്ന് ആർക്കറിയാം. ഉള്ളി തിന്നേ? അതിന്റെ ഭക്ഷണ രീതിയൊക്കെ വിചിത്രമാ സാറേ. ചിലപ്പോ ചിക്കനും മട്ടനും ഒക്കെ മൂക്ക് മുട്ട തട്ടുന്ന കാണാം. മറ്റു ചിലപ്പോ കോളിഫ്ലവറിന്റെ ഇലയും കാന്താരി മുളകും ഒക്കെ കടിച്ചു പറിച്ചോണ്ടിരിക്കുന്ന കാണാം. ശരീരം ഭംഗിയായി സൂക്ഷിക്കാനാണത്രേ. അതുപോലെ മനസ്സും വൃത്തിയായി സൂക്ഷിച്ചാൽ മതിയായിരുന്നു. സർ, ചായ. എന്താ മോനെ? രോഹിത്തിന്റെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാന്നുള്ളതിനെ പറ്റി വിവരം വല്ലതും കിട്ടിയോ? അച്ഛാ, അത് എന്താടാ? വിഷ്ണുട്ടാ, ഇത് സത്യമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ? എന്താ അവിടെ ഒരു സംശയം? ഒന്നുമില്ല. ആ, എന്തേലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇറങ്ങിയ രണ്ടാളും.
അല്ല ഉം. മാഡം ഇവിടെ യൂണിഫോമിലുള്ള പോലീസ് ഓഫീസറെ കൈവച്ചതിനോ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനോ അല്ല ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾ നടത്തുന്ന റെസ്റ്റോറന്റിന്റെ രേഖകളും എനിക്ക് കാണണ്ട. ഒരർത്ഥത്തിൽ ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോരുമായിരുന്നു. യൂണിഫോമിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൈവച്ചിട്ട് നെഞ്ചും വിരിച്ചു നിന്ന് ഡയലോഗ് പറയാനൊക്കെ സിനിമയിലേ നടക്കും. യഥാർത്ഥ ജീവിതത്തിൽ അതൊരു ക്രൈമാണ്. കിട്ടുന്ന വകുപ്പുകളൊക്കെ ചേർത്ത് പോലീസ് നിങ്ങളെ പൂട്ടും. പിന്നെ നെഞ്ചത്ത് ചപ്പാത്തി പരത്തുകയും ചെയ്യും. എന്തെങ്കിലും നടപടി ഉണ്ടായെന്ന് ചന്ദ്രബോസ് കരുതിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനിടപെട്ട സ്ഥിതിക്ക് അയാളിനി വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോവില്ല. സോറി മാഡം, ശാലിനിയുടെ മേലെ അയാൾ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോ സാരമില്ലടോ, അയാൾക്ക് 2 എണ്ണത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്കത് കൊടുക്കാൻ വയ്യല്ലോ. ചെറ്റത്തരത്തിന് മീതെ തൊപ്പി വയ്ക്കുന്നത് ഒരു അഹങ്കാരമായിട്ട് കാണുന്ന ആളാ ചന്ദ്രബോസ്. നന്നായേ ഉള്ളൂ. പക്ഷേ ഇനി അത് ആവർത്തിക്കരുത്. നന്നായി. അക്കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാവും. സുസ്മിത അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. നമുക്ക് നോക്കാം എന്തായി തീരുമെന്നൊക്കെ. സാറേ, വിഷ്ണുവിന് ശാലിനി കുഞ്ഞ് വന്നിട്ടുണ്ട്. കൂടെ പോലീസും ഉണ്ട്. പോലീസ്? നിങ്ങൾ വാ. മാഡം ഇവിടെ ശാലിനി എന്നെ മാഡം എന്ന് വിളിച്ചതിന്റെ കാരണം മനസ്സിലായി. എന്തായാലും ഇനി കുറച്ചു കാലത്തേക്ക് രഞ്ജിനി ചേച്ചി വേണ്ട. അതിന്റെ കാരണം എന്താന്ന് അകത്തേലുമ്പോ മനസ്സിലാവും. വാ. വരാനല്ലേ പറഞ്ഞത്? വാ നോക്കാം. മേ ഐ കം ഇൻ സർ? ആ, വരണം വരണം. ഇങ്ങോട്ടിരിക്കണം മാഡം. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. വാ. പൊന്നി, ചായ എടുക്ക്. അല്ല, കുടിക്കാലോ അല്ലേ? ഉം. സത്യത്തിന്റെ സൂര്യനെ നുണയുടെ പഴമുറം കൊണ്ട് അധിക നാളും മറച്ചു വെക്കാനാവില്ല സുസ്മിതേ. സുസ്മിത ഇവിടെ അല്ലേ താമസം? അതെ. ഒന്ന് വിളിക്കാമോ? സുസ്മിതയെ വിളിക്കൂ. എന്താ മേഡം കാര്യം? ഒന്ന് കാണാൻ. ജോലിയുടെ ഭാഗമാണ്. മാഡം, ചായ.
സുസ്മിതയെ വിളിക്കൂ. സോറി മാഡം, അവള് പനിയായിട്ട് കിടക്കുക. അല്ല, എൻ്റെ മകളുടെ റൂമിൽ തീ പിടിച്ച കേസാണെങ്കിൽ അത് സംബന്ധിച്ച് എനിക്ക് ഒരു പരാതിയും ഇല്ല. അത് യാദൃശ്ചികമായി സംഭവിച്ചതാ. മാഡത്തിന് ആ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോകാം. ഓ അങ്ങനെയാണല്ലേ. സത്യമേ, നിങ്ങളുടെ കോഴിക്കൂട്ടിലെ കോഴി വിഷം തിന്ന് ചത്തതും അയലത്തുകാരനെ പട്ടി കടിച്ചതൊന്നും അന്വേഷിക്കാനല്ല അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി വന്നിരിക്കുന്നത്. ടു കളക്ട് എവിഡൻസ് ഫോർ എ സസ്പെക്റ്റഡ് ക്രൈം. ഗുരുതരമായ ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ട് പ്രതിയെ ചോദ്യം ചെയ്യാൻ വന്നതാണെന്ന് മനസ്സിലായോ? രോഹിത് മിസ്സിംഗ് കേസിലെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി IPS. അവളുടെ പനിയൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. വേണം വിളിച്ചോണ്ടോ. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് തൂക്കിയെടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞേക്ക്. സത്യാമ്മയ്ക്ക് അതത്ര സുഖകരമായ കാഴ്ചയായിരിക്കില്ല. എത്ര നേരം വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത്? ബോറടിച്ചിട്ട് വയ്യ. സുസ്മിതേ, സുസ്മിതേ, തേ വരുന്നു നാശം. ഉഫ്. സുസ്മിതേ, വേലക്കാരി ഇവളാരാ എന്നെ വന്ന് വിളിക്കാനായിട്ട്? എടി ഓടി. എടി എണീക്കാൻ. എന്താടി? നിന്നെ കൊണ്ടുപോകാൻ പോലീസ് വന്നിരിക്കുന്നു. പോലീസോ? ആ പോവാൻ പറ. എനിക്ക് പനിയെന്ന് പറഞ്ഞില്ലേ? ദേ, നീ അങ്ങോട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കേറി വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഭാമാന്റിയുടെ മുന്നിലിട്ട് നിന്നെ ചവിട്ടി കൂട്ടുമെന്നും ഉരുട്ടി നിന്റെ എല്ലും മൊത്തം ഒടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ശല്യായല്ലോ. എന്താ നിന്റെ തീരുമാനം? എനിക്ക് താഴെ പോയി പറയാനുള്ളതാ. നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. പറ്റില്ല, നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എണീക്കടി അവിടുന്ന്, എണീക്ക്. നടക്കടി, നടക്കാൻ. രോഹിത്തിന്റെ കേസിൽ നേരാവണ്ണ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാണ്. പക്ഷേ സംഭവത്തിൽ ഉൾപ്പെട്ട ഏതെങ്കിലും കക്ഷികളോട് അനുഭവമുള്ള ആളായിരിക്കും പുതിയതായി ചാർജ് എടുക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സമ്മർദ്ദം ചെലുത്തുന്ന ആരാന്ന് ഞങ്ങൾ ഓഫീസേഴ്സിന് വിഷയമല്ല. സർക്കാരിന്റെ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ് ഞങ്ങൾ. ഇവരോ?